ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളെ വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ ഇഡ്ഡലിയാണ് ഒന്നുകൂടി ഇഷ്ടം. അപ്പോൾ ഇഡ്ഡലിക്ക് ഉള്ള വെള്ളം ഗ്യാസുമ്മ വെച്ച് തിളച്ച് വന്നതിന് ശേഷം അടുപ്പത്ത് തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, അല്ലെങ്കിൽ കുറേ നേരം പിടിക്കും. അപ്പോൾ അങ്ങനെ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ. എനിക്കിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാ കൂട്ടുകാരും. ഇപ്പോൾ രാവിലെ എണീക്കാനൊക്കെ നല്ല മഴയാണല്ലോ അപ്പോൾ എല്ലാവർക്കും, കാരണം നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാൻ നല്ല സുഖമാണല്ലോ. അപ്പോൾ അതാ പിന്നെ എണീക്കാതെ പറ്റില്ലല്ലോ മക്കളൊക്കെ എല്ലാവർക്കും പ്രത്യേകിച്ചും. അങ്ങനെ തലേന്ന് മാവ് കൂട്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇഡ്ഡലിയാണോ ഒന്നുകൂടി ഇഷ്ടം. പിന്നെ ഉമ്മ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഉമ്മക്ക് ഇഡ്ഡലി വലിയ താല്പര്യമില്ല. അപ്പോൾ മക്കൾക്കുള്ള ഇഡ്ഡലിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസും ഒന്ന് ചൂടായി വന്നതിന് അവനിങ്ങനെ ഓരോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല വികൃതിൻ്റെ ടൈമാണല്ലോ, 1 വയസ്സായിട്ടുള്ളൂ കേട്ടോ മോന്. അപ്പോൾ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇഡ്ഡലിക്ക്. മക്കൾക്കൊന്നും ചട്നി അത്ര കണ്ട് ഇഷ്ടമല്ല, അവർക്ക് തക്കാളി ചമ്മന്തിയൊക്കെയാണ് ഇഷ്ടം. പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരൊന്നും പറയാറില്ല. അപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നു, തേങ്ങ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ചതിലേക്ക് കറിവേപ്പിലിട്ട് പച്ചമുളകും തേങ്ങയും അരച്ചത് നമ്മുടെ ഈ ഒരു കടുക് പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാ ചട്നി തന്നെ പല വിധത്തിൽ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ. നമ്മുടെ ഇവിടെയൊക്കെ തക്കാളി ഇട്ടിട്ടും അതുപോലെ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടും അങ്ങനെ മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ടൊക്കെ പല വിധത്തിലും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു ചട്നിയുള്ളൂ കേട്ടോ ഇഷ്ടം. തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒന്നിങ്ങനെ തിള വരുമ്പോഴേക്കും ഓഫാക്കാം. നന്നായിട്ടൊന്ന് തിളച്ചാൽ ചട്നിയുടെ ടേസ്റ്റ് മാറും. അപ്പം മക്കൾക്കൊന്ന് ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അറിയില്ല, ഒന്നും വലിയ പരാതിയൊന്നും വന്നിട്ടില്ല. ചില ദിവസം ദോശ ഉണ്ടാക്കിയ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതിയില്ലേ, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയ ദിവസം തന്നെ ദോശ ഉണ്ടാക്കിയാൽ മതിയില്ല, അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ തോന്നുമല്ലോ. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ചാണ് കേട്ടോ ഫുഡൊക്കെ റെഡിയാക്കാറ്. അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചില ടൈമിലൊന്നും ഇഡ്ഡലി നന്നാവാറില്ല. ഇന്ന് ഇഡ്ഡലിയും ദോശയും അതുപോലെ തന്നെ ചട്നിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉമ്മയൊക്കെ ദോശയാണ് ഉണ്ടാക്കാറ്. അവർക്ക് ഇഡ്ഡലിനോട് വലിയ താല്പര്യമല്ല. പിന്നെ അടുപ്പത്ത് വെള്ളം വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് തിളച്ച് വന്നതിന് ശേഷം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അടുപ്പത്ത് ഇങ്ങനെ തിളച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ വേവേറും. ഇവിടെ വേവേറി ആർക്കും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അത് ആസക്കുട്ടിനെ ഒരുക്കുകയാണ്. ആസക്കുട്ടി പറഞ്ഞു പോകാൻ നേരത്തോളം പിടിച്ച് വെച്ച് തലയൊന്ന് വാർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറേ നേരം വാരണ്ടായിരുന്നു കേട്ടോ. 2 ദിവസത്തോട് വാരാൻ അയക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ലോണം പേന് കൂടിയിട്ടുണ്ട്. ഈ ഒരു പ്രായമുള്ള കുട്ടികളൊക്കെ തലയിൽ അങ്ങനെ ഉണ്ട് എന്നാണ് തോന്നുന്നു കേട്ടോ. ഒരു പ്രായത്തിൽ നല്ലോണം ഉണ്ടാവില്ല, നമ്മളൊക്കെ കുട്ടിക്കാല സമയത്തൊക്കെ വലുതാകുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, നല്ല പേനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിടിച്ച് വെച്ച് വാരണല്ലാതെ അവൾ നിന്നേരില്ല കേട്ടോ. പിന്നെ ഓരോ പരാതികളും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകാൻ നേരത്തെ എല്ലാതും കുട്ടിക്ക് കിട്ടുന്നിടത്തൊക്കെ വെക്കും, പിന്നെ ഒക്കെ കീറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞിരിക്കുന്നു. പിന്നെ ഓളെ കൊണ്ടാക്കി വന്നിട്ടോ. പിന്നെ പാത്രം കഴുകി കുറേ പാത്രം ഉണ്ടായിട്ടോ. 2 കടി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പാത്രം ഒരു കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഞങ്ങളെ സിങ്ക് കുറച്ച് നല്ല പഴയ സിങ്കാട്ടോ. അപ്പോൾ അതൊന്ന് തിളക്കം കൂടാൻ വേണ്ടിയിട്ട് വെണ്ണൂറും അതുപോലെ തന്നെ സുർക്കിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരക്കട്ടോ, നല്ല കളർ കിട്ടും. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടി. അപ്പോൾ ഞാൻ സാബൂന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാബൂനൊന്നും ആവശ്യമില്ല, ശരിക്കും വെണ്ണൂറും സുർക്കി മാത്രം മതി. ഞാൻ എൻ്റെ കയ്യിൽ തന്നെ സാബൂനും കമ്പിച്ചണ്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതും കൂടി കൂട്ടി ചേർത്തിട്ടാണ് ഞാൻ സിങ്ക് വരച്ചിട്ടുള്ളത് കേട്ടോ. നല്ലോണം നല്ല ഇതിൽ തന്നെ ഉരക്കുക കേട്ടോ. നമ്മൾ നല്ല തിളക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ എനിക്ക് അത്ഭുതമായിട്ട് അത്ര കളറ് നല്ല മാറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോപ്പ് ഉപയോഗിച്ചും ഞാൻ കഴുകാറുണ്ട്, അപ്പോൾ നല്ല തിളക്കം കിട്ടാറുണ്ട്. പക്ഷെ അതിലേറെ ഒന്നുകൂടി ഈ വെണ്ണൂറ് എന്ന് പറഞ്ഞാൽ ചാരം സുർക്കിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കുക കേട്ടോ. നല്ല തിളക്കമുണ്ട് സിങ്ക്. അപ്പോൾ ഞാൻ തന്നെ ഇതിൻ്റെ മാറ്റം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു കേട്ടോ. ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴൊക്കെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒഴിവില്ലാത്ത മഴ കേട്ടോ. നിങ്ങളവിടെയൊക്കെ എങ്ങനെയുണ്ട് മഴയൊക്കെ?
അപ്പോൾ ഇനി നമുക്ക് ഈ സിങ്ക് കുറച്ചൊരു 5 മിനിറ്റ് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് നേരം ഉരച്ചാൽ തന്നെ നല്ല മാറ്റം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം എല്ലാ ഭാഗത്തും ഒച്ച് കൂടി നിൽക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ചുകൊണ്ടൊന്ന് വെളുപ്പിക്കുക. ഇനി മക്കളെ ഇതൊന്ന് വെള്ളം പാർന്ന് നോക്കിയാൽ അതിൻ്റെ മാറ്റം നമുക്കറിയാം കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറ വല്ല ക്ലിയർ ഇല്ലാഞ്ഞിട്ടാ ചിലപ്പോൾ ഈ ക്യാമറയിൽ അത്ര മാറ്റം കാണില്ല, പക്ഷെ നേരിട്ട് എനിക്ക് നല്ല മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിങ്കൊക്കെ നല്ല നിറയെ എപ്പോഴും ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ പാത്രം കഴുകിയ ശേഷം സിങ്ക് മോറണം, എന്നാലുള്ള ഈ നിറം നമുക്ക് ഈ നിലനിൽക്കുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മോറാതെ വൈകുന്നേരം വരെ പാത്രം മോറിങ്ങാണ്ട് അങ്ങനെ സിങ്ക് മോറാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മങ്ങിയ കളർ തന്നെ ആവും. ഇതെപ്പോഴും ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. പാത്രം കഴുകണം ആ സമയത്ത് തന്നെ നമുക്ക് സിങ്കും ഒന്ന് കഴുകിയാൽ എപ്പോഴും ആ തിളക്കം. അങ്ങനെ വെള്ളിയാഴ്ചയൊക്കെയല്ലേ ബീഫൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ആരും വാങ്ങാനില്ലാത്തതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലത്തോലാണ് കേട്ടോ ബീഫ് കൊടുന്നതിൽ അവരുടെ അടുത്ത് പൈസ കൊടുക്കാറാണ്. അപ്പോൾ അവിടുന്ന് ബീഫൊക്കെ ഓല് കൊണ്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ട് പിന്നെ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മക്കളെയൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് അടിച്ചു വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. മക്കളാകെ എല്ലാ സാധനങ്ങളും ഇതിലിട്ടിട്ടുണ്ട്. ആദ്യം ഒന്ന് പൊറുക്കി നേരാക്കണ്ട, അടിച്ചു വരുന്നതിൻ്റെ മുന്നേ എല്ലാതും ഒന്ന് പൊറുക്കി എടുത്തേക്കാണ്ടാവും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കടന്ന വിരികളൊക്കെ അപ്പോഴാണൊന്ന് ടൈം ഇട്ടുള്ളൂ. പിന്നെ മോനും ഈ സമയത്തൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഇതൊക്കെ ഒന്ന് ക്ലീനാക്കാൻ കിട്ടി. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു. അപ്പോൾ ഒരു ഉച്ച വരെ നമ്മളെ വീട്ടമ്മമാർക്കൊന്നും ഒരു ഒഴിവില്ലല്ലോ അല്ലേ. നല്ല തിരക്കില്ല പണി തന്നെ ആവും. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർക്ക് തീരെ ഒഴിവ് കിട്ടില്ല. എല്ലാ ജോലികളും ചെയ്യും വേണം, കുഞ്ഞുമക്കളെ നോക്കും വേണം, വലിയ മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കണം. അങ്ങനെ ഭയങ്കര തിരക്ക് തന്നെയാണല്ലോ. അങ്ങനെ അടിച്ചു വരുമ്പോൾ മക്കൾ അതിൽ പെൻസിലും കളർ പൊട്ടുകളും അങ്ങനെ പല സാധനങ്ങളുണ്ടാവും കേട്ടോ. എല്ലാതും അതിൽ എറിഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി വെച്ച് സോഫ വിരിയൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി, കട്ടിലിൻ്റെ വിരിയൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി. അപ്പോൾ അധികം വീഡിയോസൊന്നും നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ എനിക്ക്. പിന്നെ വീഡിയോസ് എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഏത് തിരക്കാണെങ്കിലും ഞാനത് എടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ സോഫ വിരിയൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി. മക്കൾ ചിലപ്പോൾ ഫുഡൊക്കെ കഴിച്ചാണ്ട് വിരിയിലൊക്കെ ആക്കിയിട്ടുണ്ടോ. അപ്പോൾ വേഗം മെഷീനിലിട്ട് തിരുമ്പാറുണ്ട് അതൊക്കെ. പിന്നെ തുടക്കാനിറങ്ങി. മോൻ ഈ സമയത്തൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ. കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇമ്മിനെക്കുട്ടനെ എടുക്കാനും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചു. ഇമ്മിനെക്കുട്ടനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോസാണിത്. അങ്ങനെ എമിനെക്കുട്ടനെയും കളിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഓന് ഓരോ വാശിയാട്ടോ. 2 ഭാഗത്തും വാതിൽ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോവാൻ ഓടിയാണ്ട് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ടോ. ആരും നോക്കിയിട്ടില്ലെങ്കിൽ മുറ്റത്തോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും നോക്കിക്കണം. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക തന്നെയാണ് പുറത്ത്. ചാറ്റൽ മഴയാണ് കേട്ടോ. നല്ല ശക്തമായ മഴയൊന്നുമില്ല, ഇങ്ങനെ ചാറ്റൽ മഴ. രാത്രിയും പകലൊക്കെ മഴ തന്നെയാണ്. അപ്പം മക്കളൊക്കെ സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഒഴിവാണല്ലേ. പക്ഷേ എനിക്ക് ആ ഒഴിവൊന്നുമില്ല കേട്ടോ. ചെറിയ കുട്ടികളിലേക്കൊന്നും പിന്നെ അങ്ങനെ ഒരു സമയം കിട്ടൂല. കുറച്ച് നേരം അങ്ങനെ പണി ഒരുങ്ങിയാണ്ടില്ല സമയമൊന്നും കിട്ടൂല കേട്ടോ. ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉച്ച നേരത്തൊക്കെ ഒന്ന് കിടക്കാനും ഒക്കെ ഒരു ടൈം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇറച്ചി വെള്ളിയാഴ്ച പിന്നെ ഇറച്ചി നിർബന്ധമാണല്ലോ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്